പോക്കോയുടെ പോക്കോ C50 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് 6500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ C50 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിന്റെ ബാക്കിലാണ്. പലപ്പോഴും 6500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ കിട്ടാറില്ല. എന്നാൽ പോക്കോ C50 എന്ന ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ 6.52 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എന്തായാലും ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോളൊന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അതും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ വരുന്നുള്ളൂ. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോർമലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണിനുള്ളും കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ നമുക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. പിന്നെ 120 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളിലും കാണുന്ന ടൈപ്പ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഫോണിലും കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് പോക്കോ C50 എന്ന ഫോണിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9.09 mm ആണ്. ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ ഫോണിന്റെ ബാക്കിൽ ഒരു ലെതർ ടൈപ്പ് ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കൺട്രി ഗ്രീനും അതുപോലെ തന്നെ റോയൽ ബ്ലൂവും. ഇനി പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ mediatekന്റെ helio A22 എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 6500 രൂപ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ തന്നെയാണ്. ഇതൊരു ക്വാഡ് കോർ പ്രോസസ്സറാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോവേണ്ടതാണ്. വലിയൊരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യരുത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നടന്നു പോവേണ്ടതാണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. പിന്നെ ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 5G ഫോൺസും ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഫോണിന്റെ ബേസ് വേരിയന്റിൽ 2GB റാമും 32GB ഇന്റേണലുമാണ് വരുന്നത്. 3GB റാമും 32GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. 512GB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നോർമലാണ്. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആയിട്ടുള്ള ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഗോ എഡിഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാം അതിന് മാത്രം ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ ഫോണിൽ ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറിൽ ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ് കൊടുക്കാറ്. അതാണ് ഈ ഒരു ഗോ എഡിഷൻ. അങ്ങനെയുള്ളൊരു ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 8 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ ടെസ്റ്റിംഗ് ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല. ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിന്റെ ചാർജിങ് സ്പീഡേ ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ലാത്തത് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണിനുള്ളിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അവൻ തരക്കേടില്ലാത്ത ഒരു ഓൺ പേപ്പർ ബാറ്ററി സ്പെസിഫിക്കേഷനും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ അങ്ങനെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ 2GB റാം വെർഷന്റെ വില വരുന്നത് 6499 രൂപയാണ്. അതുപോലെ തന്നെ 3GB റാം വെർഷന്റെ വില വരുന്നത് 7299 രൂപയാണ്.
പക്ഷേ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫോണിൻ്റെ 2 GB റാം 6249 രൂപയ്ക്കും അതുപോലെ തന്നെ 3 GB റാം വെർഷൻ 6999 രൂപയ്ക്കും ലഭിക്കുന്നതായിരിക്കും. അത് നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ജനുവരി 10 മുതലാണ് ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ C50 എന്ന ഫോണിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഫോണെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പോക്കോയിൽ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതുകൂടാതെ അതുകൂടാതെ ഫിംഗർ പ്രിന്റ് സെൻസർ എന്നുള്ള ഫീച്ചറും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോക്കോ C50 എന്ന ഫോണ് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ബേസിക് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഭയങ്കര വലിയ പെർഫോമൻസും കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോവേണ്ടതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും പോക്കോ C50 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.